മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരിന് സാധ്യത നൽകിയുള്ള ദേശീയ ഏജൻസിയുടെ സർവേക്ക് പിന്നിൽ സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാനുള്ള തരൂരിന്റെ ശ്രമമാണ് എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ തനിക്കാണ് ജനപിന്തുണയെന്ന് വരുത്തി പാർട്ടിക്കുള്ളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കലാണ് തരൂരിന്റെ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് നേതൃത്വം കരുതുന്നത്. കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ ഭാവി തന്നെ പരുങ്ങലിൽ നിൽക്കുമ്പോഴാണ് ദേശീയ ഏജൻസിയുടെ ഒരു സർവേ പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സർവേയിൽ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ ആണെന്നാണ്. 28% പേരാണ് ശശി തരൂരിനെ പിന്തുണച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കാണ് പിന്തുണയെന്ന് പറയുന്ന സർവേ വാർത്ത ശശി തരൂർ എക്സ് അക്കൗണ്ട് വഴി ഷെയർ ചെയ്തു. ഇതും ഗൗരവമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇത് തരൂരിന്റെ പുതിയ നീക്കമായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ സർവേയെക്കുറിച്ച് കരുതലോട് പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസിനെ ആവേശകരമാക്കുന്ന ഒരു സർവേ കൂടിയായിരുന്നു ഇത്. കാരണം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്ന് സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും സർവേയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ശശി തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട്, ഏറ്റവും കൂടുതൽ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടിയതാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നതും സർവേയെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തതിനും കാരണം. വോട്ട് വൈബ് എന്ന ദേശീയ ഏജൻസിയാണ് 2026 കേരളത്തിലെ സാധ്യതകളെക്കുറിച്ച് സർവേ നടത്തിയത്. ഈ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. തരൂർ പക്ഷേ ഇത് റീട്വീറ്റ് ചെയ്തതാണ് ഇപ്പോൾ വലിയ വാർത്തയാകുന്നത്. ക്യാപ്റ്റനായി തരൂർ സ്വയം പ്രഖ്യാപിക്കുകയാണോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം ഈ സർവേയിൽ വെളിപ്പെട്ടിരുന്നത് LDFൽ പിണറായി വിജയനേക്കാൾ KK ശൈലജയ്ക്കാണ് കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവേ ഫലം ശശി തരൂർ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തിക്കാട്ടുകയാണ് ശശി തരൂർ. ഇപ്പോൾ ക്യാപ്റ്റൻ തർക്കം കോൺഗ്രസിൽ നിലനിൽക്കുന്ന സമയത്താണ്. ആരാണ് മുഖ്യമന്ത്രി ആയി വരിക, UDF അധികാരത്തിലെത്തിയാൽ എന്നുള്ള തർക്കം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുമ്പോഴാണ് ശശി തരൂർ സ്വയം മുന്നോട്ട് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ഏത് നേതാക്കളോട് ചോദിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് തൽക്കാലം പ്രതികരണമില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം, ഈ സർവേ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല സർവേകളും ദേശീയ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സർവേ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ UDFന് അനുകൂലമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നതായിരുന്നു ഈ സർവേയുടെ തലക്കെട്ട് തന്നെ. പക്ഷേ ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ എന്ന് വന്നതുകൊണ്ട് കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണല്ലോ. ഇത് തരൂർ സ്വയം ക്യാപ്റ്റനായി ഉയർത്തിക്കാട്ടുന്ന ഒരു സർവേ എന്ന രീതിയിലല്ലേ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്? തരൂരിന്റെ ഒരു തന്ത്രം തന്നെയല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? മഞ്ജുഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അല്പസമയം മുമ്പ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. തരൂർ ഇക്കാര്യത്തിൽ സതീശനും വളരെ കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. കാരണം കോൺഗ്രസ് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള സർവേകൾ വരുന്നുണ്ട്, അതിനോട് പ്രതികരിക്കാനില്ല. ഒപ്പം ഈ തരൂർ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടുള്ള തരൂരിന്റെ നീക്കത്തോടും അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്, അതുകൊണ്ട് കാര്യമായ പ്രതികരണത്തിലില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ VD സതീശൻ ശ്രമിക്കുന്നു എന്നതാണ്. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സർവേകൾ, അതായത് യഥാർത്ഥത്തിൽ അതിന്റെ ആകത്തുക UDFന് വമ്പൻ സാധ്യത പ്രഖ്യാപിക്കുന്ന ഒരു സർവേ ഫലമാണ്. എന്നിരുന്നാൽ കൂടി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതിന്റെ കാരണം അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതയായി പറയുന്നത് ശശി തരൂർ എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് VD സതീശനേക്കാൾ, ഈ സർവേ ഉദ്ധരിച്ചാൽ VD സതീശനേക്കാൾ ഏകദേശം 18%-ലധികം വോട്ടുകൾ കൂടുതലാണ് ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ സർവേ തള്ളാനും കൊള്ളാനുമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് തരൂരിന്റെ ഒരു ബോധപൂർവമായ നീക്കം എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് വരുന്നത്. മാത്രമല്ല, വോട്ട് വൈബ് എന്ന ഏജൻസി ഇപ്പോൾ ഇത്തരം ഒരു സർവേ പുറത്തുവിടുന്നതിന് പിന്നിൽ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഉണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരിക. ഒന്ന്, ശശി തരൂർ തന്നെ സാധ്യത എന്ന തരത്തിൽ ചർച്ച ഉയർന്നു വരുമ്പോൾ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഒരുപക്ഷെ നേതൃത്വം ജാഗ്രത കാട്ടിയെങ്കിൽ കൂടിയും കോൺഗ്രസ് അണികൾക്കിടയിലേക്ക് വീണ്ടും അത് ആശയക്കുഴപ്പം ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോൾ ഈ ചർച്ച ഉയർന്നു വരുന്നതിന് പിന്നിൽ തരൂരിന് കോൺഗ്രസിൽ തുടരാനല്ല, മറിച്ച് അത് കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി മറ്റൊരു ദേശീയ അജണ്ടയുടെ ഭാഗമാണോ എന്ന കാര്യം കോൺഗ്രസ് സംശയിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ. ഇതിനകത്ത് കോൺഗ്രസിനെ ആവേശത്തിലാക്കുന്ന, UDFനെ ആവേശത്തിലാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ സർവേയിൽ പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ 41% ആളുകളും ഏറ്റവും കൂടുതൽ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ
സാധാരണ സർവേകളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നൊക്കെ കോൺഗ്രസും UDF-ഉം ഒക്കെ പറയുമ്പോഴും ഇത്ര അനുകൂലമായിട്ടുള്ള ഒരു സർവേ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഇതാ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് കോൺഗ്രസിന് പറയാമായിരുന്നു. പക്ഷേ അവിടെ തരൂരിന്റെ ബുദ്ധി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇതിനകം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടല്ലോ. സതീശൻ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത്? ഒഴിഞ്ഞു മാറുകയായിരുന്നോ? സതീശൻ പറയുന്നത് 2026 സാധ്യത സംബന്ധിച്ച പല സർവേകളും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച പ്രതികരണത്തിലില്ല. ഈ ശശി തരൂരിന്റെ നിലപാട് സംബന്ധിച്ച് തരൂർ വിഷയത്തിൽ താൻ പ്രതികരിക്കാനില്ല. നമുക്കറിയാം ഈ തരൂരിന്റെ വിവാദ വിഷയങ്ങളിലൊക്കെ VD സതീശൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ട് താനല്ല അഭിപ്രായം പറയേണ്ടത് എന്നതാണ് സതീശൻ എടുക്കാറുള്ള നിലപാട്. ഇവിടെയും സതീശൻ അത്തരം നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം VD സതീശൻ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വിലയിരുത്തപ്പെടുന്ന സതീശനെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു സർവേ വരുമ്പോൾ സ്വാഭാവിക പ്രതികരണമാണ് VD സതീശനിൽ നിന്നും. വളരെ കരുതലോടെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ടാണ് സതീശന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇന്നലെ KPCC എന്തായാലും ശശി തരൂരിന്റെ ഇപ്പോഴത്തെ ഈ ചെയ്തികളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ദേശീയ തലത്തിൽ തന്നെ തീരുമാനമെടുക്കട്ടെ, പ്രതികരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. സജിത്ത്, എല്ലാ നേതാക്കളും ഇപ്പോൾ ചെന്നിത്തലയും സംസാരിച്ചപ്പോൾ കുക്ക്ഡ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് UDF-ന് അനുകൂലമായി വന്ന സർവേ കുക്ക്ഡ് സർവേ എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തലയും. അപ്പോൾ ഇതിൽ നിസ്സഹായരാണല്ലോ സംസ്ഥാന കോൺഗ്രസ്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഈ സർവേ തള്ളിപ്പറയുന്നു എന്ന സാഹചര്യമാണ്. കാരണം രമേശ് ചെന്നിത്തല, VD സതീശൻ, അടൂർ പ്രകാശ് അടക്കമുള്ള MM ഹസൻ അടക്കമുള്ള നേതാക്കളുടെ എല്ലാവരുടെയും പ്രതികരണം ഈ സർവേ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഈ സർവേ കോൺഗ്രസ് UDF ഏറ്റെടുക്കുമായിരുന്നു. പക്ഷേ ഇതിൽ ശശി തരൂരിൻ്റെ പേര്, ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന സർവേക്ക് പിന്നിൽ ബോധപൂർവമായ അജണ്ടയുണ്ട് എന്നതാണ് നേരത്തെ സടിക്കുട്ടി അബ്രഹാം ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ശശി തരൂർ ക്യാപ്റ്റൻ എന്ന രീതിയിൽ, അതായത് മുഖ്യമന്ത്രി ആകാൻ സാധ്യത കൂടുതലുള്ള ആൾ ശശി തരൂർ, 28.5% ആളുകൾ അങ്ങനെയാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ സർവേ ഫലം, ആ സർവേ ഫലത്തിന് അത്ര പ്രസക്തിയില്ല എങ്കിൽ പോലും ഈ സർവേ ഫലം ശശി തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് തൻ്റെ അക്കൗണ്ടിൽ. അതായത് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സ്വയം അവരോധിക്കുന്നതിന് തുല്യം. എന്താണ് താങ്കളുടെ പ്രതികരണം? അത് തന്നെ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള സീനിയറായിട്ടുള്ള ഒരു നേതാവ് ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും പടച്ചുവിടുന്ന ഒരു സർവേ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേജ് ചെയ്യുന്നത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനൊന്നും ആരും ചെയ്യാറില്ല. കാരണം സർവേകൾ ഒരുപാട് വരാറുണ്ട്. ഈ സർവേകളൊക്കെ 99% സർവേകളും 99% സർവേകളും ഇവര് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് ഒഫീഷ്യലായി നടത്തുന്ന ഏതെങ്കിലും പാർട്ടിയോ ആരെങ്കിലും നടത്തുന്ന സർവേയൊക്കെ അത് ആ ടൈമിൽ അവരത് അനൗൺസ് ചെയ്തിട്ട് പ്രഖ്യാപിക്കാറില്ല. അല്ലാതെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന് മുമ്പ് നടത്തുന്ന 99% സർവേകളും പച്ചക്കള്ളമാണ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതും അതിനേക്കാൾ തന്നെ തെറ്റായിട്ടുള്ള കാര്യം. അതൊന്നും ആരും ഒരിടത്തും ചർച്ച ചെയ്തിട്ടുള്ളത് ആലോചിച്ചിട്ടുള്ളത് പോലുമല്ല. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഒരു സാധ്യതയുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ആരെങ്കിലും പുറത്തുവിടുന്ന ഇത്തരം ഒരു താല്പര്യങ്ങളുള്ള ഒരു സർവേ അദ്ദേഹം തന്നെ ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് പുറത്തുവിട്ടത് ശരിയായ ഒരു കാര്യമല്ല. അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. പക്ഷെ 2026 UDF വരുമെന്നാണ് സർവേയിൽ പറയുന്നത്. അത് പിന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് സർവേയുടെ റിപ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാവർക്കും അതിന്റെ കൃത്യമായ ബോധ്യമുള്ളതാണ്. അത് അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന്. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ അത്രമാത്രം ശക്തമാണ്. ഒരു കാരണവശാലും ഈ ഗവൺമെന്റിനോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനോ തുടരാനാവില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാനാവില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ശശി തരൂർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയ ലേഖനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്നുള്ളത്. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം, സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള വിമർശനം, ആ കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്? അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായിട്ട് അതിന്റെ നിലപാടുകൾ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് അനിവാര്യമായ കാര്യമായിരുന്നുവെന്നും എന്നാൽ അതിനകത്തുണ്ടായിട്ടുള്ള ചെറിയ പാളിച്ചകളും അതൊക്കെ എത്രയോ തവണ പാർട്ടി അതിൻ്റെതായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ ആ നിലയിലൊക്കെ
കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് സ്വന്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നിലപാടൊന്നുമല്ല. അത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും താല്പര്യത്തിന് പേരിൽ ഈ സമയത്ത് അത് പുറത്തുവിടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് താല്പര്യം എന്താണ്? അദ്ദേഹത്തെ എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഒപ്പം കൂട്ടി കൊണ്ടുപോകുവാൻ കോൺഗ്രസിന് കഴിയും? തുടർച്ചയായിട്ട് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരികയാണല്ലോ, അല്ലെങ്കിൽ നിശബ്ദരാകേണ്ടി വരും. അത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട്, കാരണം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് എവിടം വരെ പറയാം, എന്തൊക്കെ പറയണം, പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാടിനൊപ്പം എങ്ങനെ നിൽക്കണം എന്നൊക്കെ അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു വലിയ പോസ്റ്റിലായിരിക്കുന്നത്, എന്നെക്കാളൊക്കെ വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി പൊതുവായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, പാർട്ടിക്കകത്ത് എല്ലാ ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണും. പക്ഷെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് പാർട്ടിയുടെ പൊതുവായ ഒരു തീരുമാനം ചർച്ച ചെയ്തെടുത്ത് അത് പാർട്ടി ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി പുറത്തു പറയാൻ പാടില്ല. പാർട്ടിയുടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിലുള്ള അംഗമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. നമ്മൾ പുറത്തുവിടേണ്ട വാർത്ത എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്, അല്ല നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു നിലപാട് ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ പേരിൽ പാർട്ടിയുടെ ഒരു സമിതി എടുത്താൽ അതിന് എതിരായി നിന്ന് വേറെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വേറെ പറയുന്ന ഒരു രീതി, അത് പാർട്ടി പലപ്പോഴും പല ആളുകളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. തരൂര് മാത്രമല്ല, ആ ഒരു രീതി ശരിയല്ല എന്നുള്ള ഉറച്ച വിശ്വാസം. ഒരു കാര്യം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ഈ UDF 2026 അധികാരത്തിലെത്തുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കമുണ്ട് എന്ന കാര്യം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, കുറേ നാളുകളായിട്ട് അത്. പക്ഷേ അത് കോൺഗ്രസിനെയും UDF-നെയും ദുർബലമാക്കുവാനുള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാദം. പക്ഷേ ഇവിടെ തരൂർ അതിന് വളമേകുകയല്ലേ ചെയ്യുന്നത് ആ ഒരു പ്രചാരണത്തിന്? കാരണം അദ്ദേഹം തന്നെ ഇത് പങ്കുവെക്കുന്നതോടുകൂടി താനും ആ കൂട്ടത്തിലുണ്ട്, UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ താനും അതിലുണ്ട് എന്നുള്ള സന്ദേശം അദ്ദേഹം നൽകുകയാണല്ലോ സ്വാഭാവികമായിട്ടും. അത് ശരിയായ കാര്യം അല്ലല്ലോ. ഇതിൽ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതിനോടൊപ്പം തന്നെ ഇദ്ദേഹവും കടന്നു വന്നിരിക്കുകയാണ്, KC വേണുഗോപാലുണ്ട്, അതിൽ ഇദ്ദേഹവും വന്നിരിക്കുകയാണ്, ഇദ്ദേഹമാണ് ടോപ്പിൽ. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആഗ്രഹിക്കാം. രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ അവരെ കൂടുതൽ കർമ്മോത്സവരാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഇങ്ങനല്ല. അതൊക്കെ തീരുമാനിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെയും കൂടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ MLA-മാരും കൂടിയിരുന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് ആ സമയത്താണ്. ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക എന്നുള്ളതൊന്നും വലിയ അത്ഭുതമായ കാര്യമൊന്നുമില്ല. അതൊക്കെ ശക്തമായ പാർട്ടിക്കകത്ത് ഇതുപോലെ ഉണ്ടാകും. വളരെ ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉള്ളതാണ് കോൺഗ്രസ് പാർട്ടി. അതിനകത്ത് ഒന്നിൽ കൂടുതൽ 3, 4, 5 പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ കരുത്ത് അത് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്തൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. പക്ഷെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമല്ലല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹം ഇത് ആർക്കും ഒരാൾക്കും നിഷേധിച്ചിട്ടില്ല, ഒരാളോട് മാറി നിൽക്കാനും പറഞ്ഞിട്ടില്ല. ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടല്ല പാർട്ടി ലൈൻ മുന്നോട്ട് പോകുന്നത്. പാർട്ടി ജയിക്കുക, മുന്നണി ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ കാര്യം വരുന്നുള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിന് മോഹം വയ്ക്കുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? അദ്ദേഹത്തിന് മോഹിക്കാം. ശരി ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ K. മുരളീധരന്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി രൂക്ഷമായ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ UDF നോമിനി മുഖ്യമന്ത്രിയാകും. തരൂർ ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ, വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നാണ് K. മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്, അതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകും. ഇതാണ് മുരളീധരന്റെ ലേഖനം. സജിത്ത്, എല്ലാ നേതാക്കളും തള്ളിപ്പറയുകയാണ്. ഒന്ന്, തരൂർ ഈ സർവേ ഫലം ട്വീറ്റ് ചെയ്തതിനെ, പിന്നെയുള്ളത് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തെയും. അതെ, എല്ലാ നേതാക്കളും തള്ളിപ്പറയുകയാണ്. കോൺഗ്രസ് ആ ജാഗ്രത കാട്ടുകയാണ്. നേരത്തെ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ സർവേ അവർ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണേൽ പറയാം. കാരണം ഇപ്പോൾ തരൂരിനെ ഉയർത്തിക്കാട്ടുന്ന ഈ സർവേക്ക് പിന്നിൽ ബോധപൂർവമായ നീക്കമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ വമ്പൻ ഭരണവിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്ന UDF ആണ് വീണ്ടും ഭരണത്തിൽ വരേണ്ടതെന്ന് വിശ്വസിക്കുന്ന അത്തരം കണക്കുകൾ പുറത്തുവിടുന്ന സർവേയെ ഏറ്റെടുക്കാതെ കോൺഗ്രസ് നിലപാടെടുക്കുന്നു എന്നത് ശശി തരൂരിനെ അതിൽ ഉയർത്തിക്കാട്ടുന്നു
മാറുന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയിൽ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് പോകുന്നത്. കാരണം തരൂരിൻ്റെ പേര് ഇപ്പോൾ ഉയർത്തുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായ നീക്കമുണ്ടെന്ന് തന്നെ കരുതുന്നു. എന്നു മാത്രമല്ല, ഈ ശശി തരൂരിൻ്റെ നീക്കങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒരു സസ്പെൻസിലേക്ക് പോലും എത്താനുള്ള സാധ്യതയും അവർ മുന്നിൽ കണ്ടിട്ടുണ്ട്. കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരായ തരൂരിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ലേഖനത്തിൽ പരാമർശിക്കുന്ന ചില സെന്റൻസുകൾ അടക്കം ഗുരുതരമാണ്. ആ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ആ ലേഖനത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. അത്തരം സുസ്ഥിരമായ സംവിധാനം ഇവിടെയുണ്ട് എന്ന് നരേന്ദ്രമോദി ഭരണത്തെ പുകഴ്ത്തുന്ന പരാമർശങ്ങളുമായിട്ടാണ് അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്ന ആ ലേഖനം അവസാനിക്കുന്നത്. സ്വാഭാവികമായും ആ നൽകുന്ന സൂചനകൾ മറ്റൊന്നല്ലേ എന്ന സംശയം കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ട് തരൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ഈ സർവേക്ക് പിന്നിലെ ബോധപൂർവമായ അജണ്ട അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം, നേതാക്കളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ശരിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണത്തിൽ സർവേകൾ ഉണ്ടാക്കിവിടുന്നത് BJP കേന്ദ്രങ്ങളാണ് എന്നുള്ള വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ രീതിയിലുള്ള പരാമർശവും നടത്തിയിട്ടുണ്ട്. BJP കേന്ദ്രങ്ങൾ ആണ് എന്ന് പറയുമ്പോഴും അവിടെ UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ള കാര്യം ഈ സർവേയിലുണ്ട്. പക്ഷേ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന ഈ സർവേ ഫലമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ വെട്ടിലാക്കുകയും അവർ കരുതലോടെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. ശ്രീ N. ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ N. ശ്രീകുമാർ, എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ തരൂർ തന്നെ ക്യാപ്റ്റനായി ഉയർത്തിക്കാട്ടിയുള്ള ഈ സർവേ ഫലം പങ്കുവച്ചതിനോട്? ശശി തരൂരിന്റെ കുറെ കാലമായുള്ള നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്നൊരു പുതുമയുമില്ല. ഇത് നമ്മളിങ്ങനെ ഒരു കൗതുകകരമായ ചർച്ചയാക്കാമെന്നല്ലാതെ കോൺഗ്രസ് ഇത് ഒട്ടും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ ശശി തരൂരാണെന്ന് സർവേയിൽ കണ്ടെത്തിയാൽ തന്നെയും അത് കേരളത്തിലെ കോൺഗ്രസിന് ഒട്ടും ബാധകമല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ ഇവിടെ കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊടുക്കുന്ന നേതാക്കൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു മോഹം അദ്ദേഹം പങ്കുവച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അത് കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും ഒരു യോജിക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നില്ല. കാരണം കുറെ കാലമായിട്ട് ശശി തരൂര് AICCയുടെ പ്രസിഡന്റായി മത്സരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തത്. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളൊന്നും കോൺഗ്രസിനോട് യോജിച്ചു പോകുന്നതായിരുന്നില്ല. അതുകൊണ്ട് കുറെ കാലമായിട്ട് കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത്. അതുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സ്വരം കൂടി കോൺഗ്രസിൽ നിന്ന് എന്ന് മാത്രമേ ഇപ്പൊ കരുതുന്നുള്ളൂ. ആ സ്വരം അതിന്റെ എങ്ങനെയാണ് ആ സ്വരം അവസാനിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ ശശി തരൂരിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ധാരണ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അത് എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം നെഹ്റുവിനെ വിമർശിച്ചാലും ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചാലും നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാലും അത് ശശി തരൂരല്ലേ എന്ന രീതിയിലേക്ക് മാറി. ശശി തരൂർ കോൺഗ്രസിനെ വിമർശിച്ചാലും പുതുമയില്ലാതായി. ഇപ്പൊ മറ്റ് കക്ഷികൾ വിമർശിക്കുന്നവർ. പക്ഷെ അദ്ദേഹം ആലോചിക്കേണ്ട കാര്യമുണ്ട്, ശശി തരൂർ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി എന്ന വേദിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിതൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ചുരുങ്ങിയ പക്ഷം നമ്മൾ പറയാറുണ്ടല്ലോ, ചുരുങ്ങിയ പക്ഷം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിവാക്കണം. അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ ഒഴിവാക്കുക, അദ്ദേഹത്തെ പുറത്താക്കുക. അങ്ങനെ പുറത്താക്കിയ ഒരാളെന്ന നിലയ്ക്ക് MP സ്ഥാനം നിലനിർത്തുക. അങ്ങനെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുകാർ മണ്ടന്മാരൊന്നുമല്ലല്ലോ. അപ്പൊ അവര് ശശി തരൂർ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് അവരും തിരിച്ചു. കാരണം വെച്ചാൽ ശശി തരൂരിന്റെ വിമർശനങ്ങൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടു, അത് വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടു, നിലമ്പൂരും കണ്ടു. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ 5 ലക്ഷം 6 ലക്ഷം വോട്ടിലേക്ക് ജയിച്ചു. ശശി തരൂർ ജയിച്ച എത്ര വോട്ടിനാണ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഏറ്റവും കുറവ് വോട്ട് നേടിയ കേരളത്തിലെ ഏക കോൺഗ്രസ് MP അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. സർവേ നടക്കട്ടെ. സർവേക്ക് ഇപ്പോൾ ആധികാരികതയുണ്ടാകാം, ഇല്ലാത്തതുണ്ടാകാം, അതൊന്നും നമ്മൾ വിലയിരുത്താനില്ല. സർവേ നടത്തുന്നവരെ നമ്മൾ വിമർശിക്കാനുമില്ല. അവരവരുടേതായ ചില നിഗമനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും സർവേ നടത്തിയത്. അത് നടത്തുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇത്രയാണ് അതിന്റെ കാര്യങ്ങൾ. പക്ഷേ തരൂർ അത് ട്വീറ്റ് ചെയ്യുകയാണ്, അത് പങ്കുവയ്ക്കുകയാണ് എന്ന് പറയുമ്പോൾ താനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഉയർത്തിക്കാട്ടുകയാണല്ലോ. അതെ, അത് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ചാനലിൽ പറഞ്ഞാണ്, എന്നാലും കൂടി ഞാനത് പറയാം. കാരണം കുറച്ചു കാലം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ കേരള സാഹിത്യ അക്കാദമി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ MP നാരായണപിള്ള എന്ന നോവലിസ്റ്റിന് അദ്ദേഹത്തിന്റെ പരിണാമം എന്ന നോവലിന് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പൊ അന്ന് സെക്രട്ടറി ആയിരുന്ന പായിപ്പറ രാധാകൃഷ്ണനെ വിളിച്ച് MP നാരായണപിള്ള പറഞ്ഞു, ഞാൻ ഈ അവാർഡ് വെച്ചൊരു കളി കളിക്കാൻ പോവാണ്. അപ്പൊ പായിപ്പറ വെച്ച് എന്താണ്?
എനിക്ക് അവാർഡ് തുക മാത്രം മതി, അത് നിങ്ങൾ മണി ഓർഡറായിട്ട് അയച്ചു തന്നാൽ മതി, അവാർഡ് അവിടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ കളി കളിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വരുന്ന 10,000 രൂപയാണ്, പക്ഷെ എനിക്ക് 1 ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി ഇതുവഴി കിട്ടും. അതാണ് സാഹിത്യവും എഴുത്തുകാരും തമ്മിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ സരസമായിട്ട് അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് ശശി തരൂർ ഒരു സാഹിത്യകാരനായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നിങ്ങൾ ഈ വളരെ UDF-ലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലുള്ള പല പ്രവചനങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങും. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ഈ സർവേകളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം സാധാരണഗതി തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ തട്ടിക്കൂട്ട് സർവേകളായിട്ടും പ്രവചനങ്ങളുമായിട്ടും ജ്യോത്സ്യന്മാരുമായിട്ടൊക്കെ ഇറങ്ങാറുണ്ട്. എല്ലാ കാലത്തും ഇറങ്ങാറുള്ള അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജനങ്ങളുടെ പ്രവർത്തിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക, അത്രയേ ഉള്ളൂ. സജിത്ത്, BJP കേന്ദ്രങ്ങളാണ് ഈ സർവേക്ക് പിന്നിൽ എന്നുള്ളത് അതൊരു രാഷ്ട്രീയ മറുപടി തന്നെയാണല്ലോ. ഇതായിരിക്കും മിക്കവാറും ഉയർത്തിക്കാട്ടുക അല്ലേ? ചെന്നിത്തല കൃത്യമായ രാഷ്ട്രീയമാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് നീക്കം. കാരണം ഈ സർവേക്ക് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അതിന് പിന്നിൽ BJP-യാണ്. അതായത് തരൂരിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP സ്പോൺസേഡ് സംവിധാനത്തിലൂടെ ഈ സർവേ പുറത്തുവിടുന്നതിന് പിന്നിൽ കോൺഗ്രസിനെ ശിഥിലമാക്കുക, കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. മാത്രമല്ല അതിൽ കേരളത്തിൽ NDAയുടെ വോട്ട് ഷെയർ നോക്കൂ, ഇത്ര വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലും ഒരു ബോധപൂർവമായ അജണ്ടയുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് കാരണവും. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അതായത് ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസ്സുകാരനായെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ തുടർച്ചയായി എടുക്കുന്നു. ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവാതെ അണികളിലും കോൺഗ്രസ് മുന്നണിക്കകത്തുമൊക്കെ പൊതുവിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന നീക്കങ്ങളുമായി പോകുന്നു. അതിനെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുക എന്നതാണ്. അടുത്തിടെ KC വേണുഗോപാലാണ് അല്പം കടുത്ത നിലപാടെടുത്തത്. കാരണം കോൺഗ്രസിന് കൃത്യമായ സംവിധാനമുണ്ട്, അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയൊക്കെ പങ്കുവെച്ചത്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നേതാക്കളൊക്കെ ഇതിനെ വളരെ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം തരൂർ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയാനില്ല എന്ന നിലപാട് അവരെടുക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ അത്തരം ബോധപൂർവമായി തരൂരിനെ മുൻനിർത്തി കോൺഗ്രസിനും UDF-നെയും എതിരെ ഒരു ബോധപൂർവമായ പ്രചരണമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാടെടുക്കുന്നത്. അടിയന്തരാവസ്ഥയിൽ യഥാർത്ഥത്തിൽ വ്യത്യസ്ത നിലപാടുള്ളവരുണ്ടെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ നിലപാടുണ്ട് എന്ന് തന്നെ ഇവർ കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ ഇങ്ങനെ കാണുന്നതിന് കാരണം. ശരി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന് കരുതലോടെയേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. സജിത്ത്, ഈ സർവേയിൽ ഇപ്പോൾ ഈ വോട്ട് വൈബ് എന്നുള്ള ഈ സർവേയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പിണറായി വിജയനേക്കാൾ ജനസമ്മതി ഉള്ളത് മുഖ്യമന്ത്രിയായിട്ട് KK ശൈലജയ്ക്കാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ക്യാമ്പുകളെ ആവേശഭരിതമാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് തൽക്കാലം മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നിത്തലയുടെ വാക്കുകളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരുത്തരും ജ്യോത്സ്യന്മാർ വരെ ഇങ്ങനെ സർവേകളുമായി ഇറങ്ങാറുണ്ട്, അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ കോൺഗ്രസിനെ മുന്നിൽ കോൺഗ്രസ് ആണ്, UDF ആണ് എന്ന് പറയുന്ന പല സർവേകളെയും സ്വാഗതം ചെയ്ത ചരിത്രവും കോൺഗ്രസിനുള്ളതാണ്. പക്ഷേ ഇത്രയും വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുകയല്ലേ ഇപ്പോൾ? പിണറായി വിജയൻ പോലും ജനസമിതിയിൽ പിന്നോക്കമായി പോയി എന്ന് പറയുന്ന സർവേ പോലും അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലേക്ക്. അതാണ് അതിൻ്റെ കൗതുകം മഞ്ജുഷ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ മേൽക്കൈ എല്ലാ തരത്തിലും അംഗീകരിക്കുന്ന ഒരു സർവേ ഫലം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അതിനെ കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. കോൺഗ്രസിൻ്റെ ഏറ്റവും സാധ്യതയുള്ള മുന്നണി UDF ആണ്. സംസ്ഥാനത്ത് അതിശക്തമായ 41% പേർ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്ന സർവേയാണ്. എന്ന് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ പ്രതിയോഗിയായ ഇടതുമുന്നണിയിലെ പിണറായി വിജയൻ പിന്നോട്ട് പോയി. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയനായിരുന്നു ഇടതുമുന്നണിയുടെ കുന്തമുന. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും. പക്ഷേ അങ്ങനെയുള്ള ഇടത്തും ഈ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് പിണറായി വിജയന്റെ പേരല്ല, മറിച്ച് KK ശൈലജയ്ക്കാണ് കൂടുതൽ സാധ്യത നൽകുന്നത്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വസിക്കാൻ നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ടും പക്ഷേ അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ് ഈ സർവേയുടെ ഒരു പ്രത്യേകത. അതിന് കാരണം തരൂരാണ്, തരൂർ മാത്രമാണ്. കാരണം തരൂരിൻ്റെ പേര് ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നതിന് പിന്നിൽ ബോധപൂർവമായ അജണ്ടയുണ്ട്. അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. അത്
ഏറ്റെടുത്താൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിരോധം. ഇത് UDF യോഗം ചേരുന്നുണ്ട്, പക്ഷേ അജണ്ടകൾ മറ്റുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിലേക്കൊക്കെ ഒരു ചർച്ച പോകുമെന്ന് കരുതാൻ പറ്റുമോ? പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നും ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. പക്ഷേ അതൃപ്തി സ്വാഭാവികമായിട്ടും അറിയിക്കാമല്ലോ ഹൈക്കമാൻഡിനെ. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ സംസ്ഥാന നേതാക്കൾ? UDF യോഗത്തിൽ ഒരുപക്ഷെ അത് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല മഞ്ജുഷ. പക്ഷേ പൊതുവിൽ ഇത്തരം പ്രചരണങ്ങളെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം പക്ഷേ ഉയർന്നു വന്നേക്കാം. കാരണം UDFന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന് അവർ വിലയിരുത്തുന്നു. മുന്നണി വിപുലീകരണ സാധ്യതകളുണ്ട്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളും ഉള്ളപ്പോൾ പ്രതികൂല ഘടകങ്ങളെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന ഒരു പൊതു നിർദ്ദേശം പോയേക്കാം. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, മുമ്പ് ഒരു ഘട്ടത്തിൽ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ, UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ ഉയർന്നു വന്ന കാര്യമുണ്ട്. അത് ചില നേതാക്കൾക്കപ്പുറത്ത് പൊതുവിൽ കോൺഗ്രസിൽ ഒരു തരൂർ ഗ്രൂപ്പ് എന്ന തരത്തിലേക്ക് പോലും ഫോം ചെയ്യുകയും UDFിലെ ചില ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് പോലും തരൂരിനോട് കൂടുതൽ മമത ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. NSS അടക്കമുള്ളവർ തരൂരിനെ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ സാഹചര്യം മാറുന്നു. തരൂർ കൂടുതൽ BJPയുമായി അടുക്കുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തരൂരിന് കോൺഗ്രസിലെ ഭാവി പരിങ്ങലിൽ നിൽക്കുമ്പോഴുള്ള ഇത്തരം ചർച്ചകൾ ബോധപൂർവമാണ്. അതിൻ്റെ ഒരു ജാഗ്രത പൊതുവിൽ പുലർത്തണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ മുന്നണി യോഗത്തിൽ ഉയർന്നു വന്നേക്കാം. അതിനപ്പുറം ഇന്നത്തെ മുന്നണി യോഗം UDFന്റെ